how to this to this. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ നോർമൽ ബാക്ക് റോളിനെ എങ്ങനെ നമുക്കൊരു ജമ്പിങ് ബാക്ക് റോളായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. സോ ഇതിൻ്റെ പേര് ആക്ച്വലി എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ജമ്പിങ് ബാക്ക് റോളിംഗ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഡൈവ് റോളിൻ്റെ ഒരു ഏകദേശം റിവേഴ്സ് റോളായിട്ട് വരും. ഡൈവ് റോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അത് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ അവിടെ പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, നമ്മളെ റിവേഴ്സ് ജമ്പിങ് റോളിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒബ്വിയസ്ലി ബാക്ക് റോൾ, ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് പവർ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാക്ക് റോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. പിന്നെ ഈ ഒരു റോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ഹാൻഡ് സ്പ്രിങ് ചെയ്യുമ്പോൾ ലാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ഡ്രില്ലും കൂടിയാണ്. സോ ഇത് മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഒരു സ്റ്റൈലിംഗ് റോളുമാണ്. സാധാരണ ഒരു നോർമൽ ബാക്ക് റോളിൽ നിന്ന് ഒരു ജമ്പ് ചെയ്ത് റോൾ ചെയ്ത് നമ്മൾ ലാൻഡ് ആയി നിൽക്കുമ്പോൾ അതൊരു സ്റ്റൈലിഷ് റോളും കൂടിയാണ്. സോ ഇതിൻ്റെ പ്രോഗ്രഷനിലേക്ക് വരാം. പ്രോഗ്രഷൻ എന്ന് പറയാനായിട്ട് ഒരുപാടൊന്നുമില്ല. നമ്മുടെ നോർമൽ ബാക്ക് റോൾ ആൻഡ് ഈ നോർമൽ ബാക്ക് റോളിൽ നിന്ന് നമുക്ക് ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യണം. അതായത് നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ബോഡി ഒന്ന് ചെറുതായിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ബോഡി മൊത്തത്തിലാണ് പൊക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഏകദേശം നമ്മുടെ കൈക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് പുഷപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് പവർ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുഷപ്പിൻ്റെ പല വേർഷൻസ് ഓഫ് പുഷപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ നോർമൽ ബാക്ക് റോളിലേക്ക് നമ്മളൊരു ചെറിയ പുഷിങ് കൊടുക്കുകയാണ്. സോ നമുക്ക് അതൊന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ചെയ്ത സമയത്ത് എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിട്ടുണ്ട്. അതെന്താണെന്നല്ലേ? അതായത് ഇതിനു വേണ്ടി നമുക്ക് ആ ജമ്പിങ് റോള് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ജമ്പിങ് മൂവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രില്ലും കൂടെ ആഡ് ചെയ്യണം. ആ ജമ്പിങ് റോള് ഏകദേശം 2 ഫ്ലിപ്പിലും, അതായത് ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്, ബാക്ക് ഹാൻഡ് സ്പ്രിങ് എന്നീ 2 ഫ്ലിപ്പിലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഫ്രണ്ട് ഹാൻഡ് സ്പ്രിങ്ങിന് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടും ബാക്ക് ഹാൻഡ് സ്പ്രിങ്ങിന് ഒരു കണ്ടിന്യൂഷൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ഹാൻഡ് സ്പ്രിങ് ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ജമ്പിങ് മൂവ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഷോൾഡർ പുഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയും ഒരു ഡ്രില്ല് ഇതിന് ആവശ്യമായിട്ടുണ്ട്. സോ അതൊന്ന് കാണാം. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ഒരു മൂവ്മെൻ്റാണ് നമുക്ക് ഈ റിവേഴ്സ് റോളിന് ജമ്പിങ് ആയിട്ട് ഒരു മൂവ് കൊടുക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റാണ്. അതായത് ഈ മൂവ്മെൻറ്റിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വന്ന് നിൽക്കുക. ഇവിടെ നിന്നാണ് പിന്നെ ഈ കണ്ടിന്യൂഷൻ ബാക്ക് ഹാൻഡ് സ്പ്രിങ്ങിന് ഇവിടെ നിന്നാണ് പിന്നെ കൊടുക്കുക ബാക്ക് ഹാൻഡ് സ്പ്രിങ് കൊടുക്കുമ്പോൾ. അപ്പം ഈ ഒരു മൂവ്മെൻറ്റും കൂടെ നമ്മുടെ റിവേഴ്സ് ജമ്പിങ് റോളിൽ ആവശ്യമായിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ നമ്മൾ നോർമൽ ബാക്ക് റോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഷോൾഡർ പൊസിഷനും കൈയിൻ്റെ പൊസിഷനും ഒരുമിച്ച് എത്തുമ്പോൾ മാത്രം നമ്മൾ ഇതൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്ത് സേഫായിട്ട് നിൽക്കും. ഇത് ആക്ച്വലി ഒരു സ്റ്റൈലിഷ് റോളാണ്. സോ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനത്തെ ബേസിക് റോൾസൊക്കെ പഠിപ്പിച്ച് പോകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ തടിയൊന്ന് എനിക്കൊന്ന് മെലിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹയർ ഫ്ലിപ്പിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഫ്രണ്ട് ഫ്ലിപ്പും വെബ്സർ സൈഡ് ഫ്ലിപ്പ് ഇതിൻ്റെയൊക്കെ ഒരു ട്യൂട്ടോറിയലൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ തടി ഒന്ന് കുറച്ചെടുക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റോൾസ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ വലിയ ഫ്ലിപ്സിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടുള്ളൊരു ഗുണമുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് പഠിച്ച് തറവായി കഴിഞ്ഞാൽ വലിയൊരു ഫ്ലിപ്പ് നമുക്ക് അത്ര ഒരു എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. എഫേർട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കമൻസ് ഒക്കെ താഴെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോ. ബൈ.